ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹെവൻലി ഹാൻഡ് മെയ്ഡ് ബൈ ലീനു. ഞാൻ രാവിലെ ഞാനാണെങ്കിൽ ഒരു 2:45 ആയപ്പോഴത്തേക്കും 2:45 3:15 ആയപ്പോഴത്തേക്കും ഞാൻ എണ്ണീറ്റായിരുന്നു. എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഓരോ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ എന്താ പറയുക ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരോ ഓർഡറോടെ ചെയ്യാനുണ്ടായിരുന്നു, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇന്നെന്താണെന്ന് വെച്ചാൽ ചുമ്മാ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അധികം ബോറടിപ്പിക്കുന്നൊന്നുമില്ല. അതിന് മുന്നേ ഞാനാണെങ്കിൽ ഒരു കാര്യം കാണിക്കാം, നമ്മുടെ പുൽക്കൂട് കാണിക്കാം കേട്ടോ. കണ്ടോ, ക്രിസ്മസ് ക്രിബ്. ആ പുൽക്കൂടൊക്കെ ഞാൻ ഉണ്ടാക്കിയതാട്ടോ. അതിൻ്റെ വീഡിയോ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയിലാണോ, അതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇതൊക്കെ വെച്ചിട്ട്, ബേസ് ബോർഡൊക്കെ വെച്ചിട്ട്, കാർഡ്ബോർഡ് പീസൊക്കെ വെച്ചിട്ട്, പിന്നെ നമ്മുടെ ബീഡ് വെച്ചിട്ടുള്ളൊരു കുട്ടിപ്പുൽക്കൂടും. എനിക്ക് അതിനകത്ത് ആ ഉണ്ണിയേശുവിനെ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ചെയ്തത് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു എന്തായാലും. ഇതാണ് ലൈറ്റൊക്കെ വെച്ച് നമ്മൾ സെറ്റാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആണ് നമ്മുടെ ഉണ്ണീശോ. നല്ല ഭംഗിയില്ലേ കാണാൻ? അങ്ങനെ ഞാൻ പുതിയതായിട്ടുള്ള ഐറ്റംസ് ഒന്നും അങ്ങനെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഈ ലൈറ്റ് മാത്രമേ നമ്മൾ പുതുതായിട്ട് വാങ്ങിച്ചിട്ടുള്ളൂ. ഇത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു നല്ല ലൈറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. നല്ല കുറച്ചുകൂടെ ഒക്കെ വലിപ്പമുള്ള, ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. പിന്നെ ഈ സാധനങ്ങളെല്ലാം ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇരുന്ന സാധനം തന്നെയായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ആ ബീഡ് വെച്ചുണ്ട്, അതും പുതിയതാട്ടോ, ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പം അങ്ങനെ എനിക്കിന്ന് ഭയങ്കര തണുപ്പാട്ടോ, ഭയങ്കര തണുപ്പാണ്. ഈ തണുപ്പ് ശരിക്കും പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞാൽ മാറത്തില്ല, അമ്മാതിരി തണുപ്പാണ്. വീട്ടിനകത്തിരിക്കണ കാലൊക്കെ ആണെങ്കിൽ ഇങ്ങ് തണുത്ത് കുറച്ചൊരു പരുവാകും. ശരിക്കും പറഞ്ഞാൽ രാവിലെ ആണെങ്കിൽ നമുക്ക് ഉറങ്ങാനേ തോന്നത്തില്ല, അമ്മാതിരി തണുപ്പാണ്. പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഈ തണുപ്പിനെ കവച്ച് വെച്ചുകൊണ്ട് സൂര്യൻ്റെ പ്രകാശവും കൂടി ഇങ്ങനെ വരുന്നത് കാണാം. അപ്പോൾ എനിക്ക് 2 ഓർഡേഴ്സ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് ചെയ്യണം. പിന്നെ കുറച്ച് പുതിയ ഡിസൈൻസൊക്കെ വേണമെങ്കിൽ നിങ്ങളെ കാണിക്കാം, താല്പര്യമുള്ളവരാണെങ്കിൽ. എൻ്റെ ഇടയ്ക്ക് മൂക്കിന് ചെറിയൊരു പ്രശ്നമെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. മൂക്ക് ഞാൻ ഈ വൈകിട്ടാട്ടോ, മീൻസ് ഒത്തിരി വൈകിയാണ് ഈ കുളിക്കുന്നത്. എന്നോട് എപ്പോഴും പറയും ഒത്തിരി വൈകി കുളിക്കരുത് എന്ന്. എപ്പോഴും ഒരു സമയം വൈകി കുളിക്കുന്നതുകൊണ്ട് ഈ തലയിലെ മുടിയും ഉണങ്ങാത്തതുകൊണ്ട് താരൻ നല്ലപോലെ ഉണ്ട്. അതുപോലെ തന്നെ മൂക്കടപ്പമുണ്ട്. പിന്നെ ഇപ്പം തണുപ്പും കൂടല്ലേ, പിന്നെ അതൊക്കെയുണ്ട്. അപ്പം നമുക്ക് പാക്കിംഗ് സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് പ്ലേസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ഒക്കെ റൂമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒരു റൂം ഇവിടെ ഒഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് സ്റ്റോക്കൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ അലുകുലുത്ത് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്നാലും കുറച്ചൊക്കെ നമ്മൾ പകുതി ക്ലീൻ ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ ഒരു സാധനവും വേസ്റ്റായിട്ട് കളയത്തില്ല കേട്ടോ. ഇപ്പം നമുക്ക് എന്തെങ്കിലും ബീഡ്സൊക്കെ ഇങ്ങനെ കുറേ ഒരു മാല കെട്ടിക്കഴിഞ്ഞ് പിന്നെ ബാക്കി വരുന്നതാണെങ്കിൽ ആ ബീഡ്സ് ഒന്നും കളയത്തില്ല, അതെല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ ഒരു പെട്ടിക്കകത്ത് ഇങ്ങനെ എടുത്ത് വെക്കും. പിന്നെ എപ്പോഴെങ്കിലും യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച്, വേറെ എന്തിനെങ്കിലും യൂസ് ചെയ്യാമല്ലോ, അത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതല്ലേ, അതുകൊണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ബുക്ക് വാങ്ങിച്ച് നിങ്ങൾ കണ്ടായിരുന്നോ? കഴിഞ്ഞൊരു ദിവസം അക്കരെ പോയ സമയത്ത് വാങ്ങിച്ചൊരു ബുക്കായിരുന്നു. അപ്പം അതിനകത്ത് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ ഒരാളുടെ അടുത്ത് പറയുന്ന പോലെ നമ്മളിങ്ങനെ എഴുതുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ലൊരു കാര്യമാട്ടോ. നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇങ്ങനെ, സന്തോഷങ്ങളും ഒക്കെ ഇങ്ങനെ എഴുതി തീർക്കുന്നത് നല്ലതായിട്ടൊരു ഫീലിംഗ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഒത്തിരി ആഗ്രഹത്തോടെ വാങ്ങിച്ച ഒരു ഐറ്റം ആട്ടോ അതാണ്ട് ഈ ഒരു ഇയർ കഫ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഓക്സിഡൈസ്ഡിൻ്റെ ഒരു സംഭവമാണ്. ഞാൻ ഇയർ കഫ് എന്ന് പറയുന്നത് ഈ നടിമാരൊക്കെ ഈ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു നവ്യ നായർ ഒരു എന്തോ ഇൻ്റർവ്യൂവിനകത്ത് ഇട്ടേക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. നവ്യ നായരുടെ ഇയർ കഫ് ഏകദേശം അതേ ഷേപ്പിലിരിക്കുന്ന ഒരു ഇയർ കഫായിരുന്നു അത് മിങ്കിൾഡ് ബൈ മായ എന്ന ഒരു പേജിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു പേജ് ഭയങ്കര ഇഷ്ടമാട്ടോ. ശരിക്കും പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് ആ ഒരു പേജ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതിൻ്റെ ആ ഒരു ഫോട്ടോ എടുക്കുന്നതും വീഡിയോസ് ആണെങ്കിലും ഒരു എന്താ പറയുന്നത്, പ്രൊഡക്ട്സ് ആണെങ്കിലും എന്താ പറയുക, ഒരു എസ്തെറ്റിക് എന്നൊക്കെ പറയുമല്ലോ, അതുപോലത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നാറുള്ളത്. പക്ഷെ നല്ലൊരു പേജാട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പേജാണ്. അപ്പം അവിടുന്ന് വാങ്ങിച്ചതാട്ടോ ഇയർ കഫ്. എനിക്ക് ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ, ഇങ്ങനത്തെ ഞൊടുക്ക് സാധനങ്ങളൊക്കെ. മീൻസ് ഇങ്ങനെ കുറച്ച് ഞാൻ ഇതൊന്നും യൂസ് ചെയ്യത്തില്ലെങ്കിൽ ഇങ്ങനെ വാങ്ങിച്ച് വെക്കുന്ന ഒരു ശീലം പണ്ട് മുതലേ എനിക്കുള്ളതാണ്. പിന്നെ ഇലക്ഷൻ്റെ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ടു. അത് കേട്ട് ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് ഉറങ്ങിപ്പോയി.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ അമ്മയോടൊപ്പം കുറച്ച് നേരം വെളിയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നടന്നു. അപ്പോൾ ഇന്ന് 2 പാഴ്സൽസ് നമുക്ക് അയക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന് എനിക്ക് മൈലപ്രയിൽ നിന്ന് കിട്ടിയൊരു ഓർഡറാണ് കേട്ടോ. കോട്ടയത്തിന് അയക്കാനായിരുന്നു. അപ്പോൾ അതും ഞാൻ അയച്ചു. പിന്നെ അതുപോലെ തന്നെ കൊല്ലത്തു നിന്ന് ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അയച്ചു. അപ്പോൾ അതെല്ലാം നമ്മൾ പോസ്റ്റൽ വഴിയാണ് ഈ അയക്കുന്നത്. അപ്പം നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. എന്നിരുന്നാലും ഞാൻ ആ എഴുതുന്നതിനെ കുറിച്ച് പറയാം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ. അത് എഴുതി കഴിഞ്ഞാലുള്ള ഡിഫറൻസും അത് എഴുതിയില്ലെങ്കിലും എഴുതി കഴിഞ്ഞാലുള്ള അതിൻ്റെ ഒരു രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ ശരിക്കും പറയാം. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കണം നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പം ഇത്രയേ ഉള്ളൂ. ടേക്ക് കെയർ. ബൈ.